ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിഹ്നം ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Velakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ വിജിത് കുമാർ. പ്രധാന വാർത്തകൾ. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കല്യാണം ഭക്തിസാന്ദ്രമായി. 100 കണക്കിന് ഭക്തരാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. എക്സൈസ് സംഘം കിഴക്കൻ മേഖലയിൽ പരിശോധന ശക്തമാക്കി. ആര്യങ്കാവ് വനമേഖലയിൽ നടന്ന പരിശോധനയിൽ 1230 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. മരിച്ചത് വാളകം സ്വദേശി ജയേഷും ഓടനാവട്ടം സ്വദേശി അനിൽകുമാറും. വാർത്തകൾ വിശദമായി. ആര്യങ്കാവ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കല്യാണം ഭക്തിസാന്ദ്രമായി. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ ചടങ്ങുകൾക്കായി സന്നിധരായിരുന്നത്. ദേവന്റെയും ദേവിയുടെയും പല്ലക്കുകൾ 2 ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ പല്ലക്കുകൾ 2 പരിപാടികളുടെ പ്രധാന ദിവസമായ ഇന്ന് காவல்துறை அதிகாரிகளும் அங்கே திரண்டிருக்கின்றார்கள். பல்வேறு நாளிதழ்களில் இருந்து வந்திருக்கின்ற செய்தியாளர்களும் புகைப்பட. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പാണ്ഡ്യൻ മുടിപ്പും തൃക്കല്യാണവും ഭക്തിസാന്ദ്രമായി. വെള്ളിയാഴ്ച രാത്രി 7 മണി മുതൽ പാണ്ഡ്യൻ മുടിപ്പും ശനിയാഴ്ച രാത്രി തൃക്കല്യാണ മഹോത്സവവും ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ ഒരുക്കിയ പ്രത്യേക പന്തലിലാണ് ചടങ്ങുകൾ നടന്നത്. അയ്യപ്പന്റെയും മാമ്പഴത്തറ ദേവിയുടെയും വിവാഹ നിശ്ചയമാണ് ചടങ്ങായി വർഷാവർഷം നടത്തിവരുന്നത്. വധുവിന്റെ ആൾക്കാരായി മധുര സൌരാഷ്ട്ര ബ്രാഹ്മണരും വരന്റെ ആൾക്കാരായി ആര്യങ്കാവ് ക്ഷേത്രം ഭരണസമിതിയുമാണ് ചടങ്ങുകൾക്ക് എത്തുന്നത്. പാണ്ഡ്യാൻ മുടിപ്പിന് ശേഷം തൃക്കല്യാണം നടക്കുന്നു. ഇതിനായി ദേവനെയും ദേവിയെയും പുഷ്പാലങ്കൃതമായ പല്ലക്കിൽ ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്പ്പിക്കുന്നു. തുടർന്ന് ദേവനെയും ദേവിയെയും ഊഞ്ഞാലിലിരുത്തി കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ ദേവി രജസ്വലയാകുന്നതോടെ വിവാഹം മുടങ്ങും. ഇതാണ് തൃക്കല്യാണത്തിന്റെ ഐതിഹ്യം. വിവാഹം മുടങ്ങുന്നതോടെ ബന്ധുക്കൾ പിരിഞ്ഞു പോവുകയും അടുത്ത വർഷം എത്താമെന്ന ധാരണയിലാവുകയും ചെയ്യും. തൃക്കല്യാണ ചടങ്ങുകൾ കാണാൻ ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിയിരുന്നത്. ന്യൂസ് ബ്യൂറോ, തെന്മല. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന പ്രതിഭാ സംഗമത്തിന് തുടക്കമായി. പ്രതിഭാ സംഗമം 29-ന് സമാപിക്കും. തെന്മല ഡാം ന്യൂ IBയിൽ വെച്ചാണ് 4 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഭാ സംഗമം നടത്തുന്നത്. 1 മുതൽ 7 വരെ ക്ലാസുകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കാൻ അവസരം. യോഗ പരിശീലനം, സർഗസംവാദം, വരയും വർണ്ണങ്ങളും,
ശാസ്ത്ര കൗതുകം, നാട്ടറിവ്, പ്രകൃതി പഠനം തുടങ്ങി വിദ്യാർത്ഥികളുടെ ശാസ്ത്രബോധത്തിനും സർഗാത്മക ശേഷിക്കും വൈകാരിക ബുദ്ധിക്കും ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ചതുർദിന ക്യാമ്പാണ് പ്രതിഭാസംഗമം. തിങ്കളാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലൈലജ പ്രതിഭാസംഗമം ഉദ്ഘാടനം ചെയ്തു. അടച്ചിട്ട ക്ലാസ് റൂമിന്റെ അന്തരീക്ഷത്തിൽ നിന്നൊക്കെ തന്നെ തികച്ചും വ്യത്യസ്തമായി നമ്മുടെ കുഞ്ഞുങ്ങളെ വിവിധ വിഷയങ്ങൾ, നമുക്കറിയാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ചോളം പഴയ ഇതിൽ നിന്നൊക്കെ തന്നെ തികച്ചും വ്യത്യസ്തമായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവർ അറിവുള്ളവരാണ്, ഒരുപാട് കാര്യങ്ങൾ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ടൊക്കെ തന്നെ പല വിധത്തിലുള്ള വാസനകൾ നമ്മുടെ കുഞ്ഞുങ്ങളിൽ അടങ്ങിയിട്ടുണ്ടാവും. അതൊക്കെ തന്നെ നമ്മൾ വിവിധ വിഷയങ്ങളിലെ ക്ലാസ്സുകളോട് എടുക്കുമ്പോൾ അവരെ അത്തരത്തിലുള്ള അവരിൽ അടങ്ങിയിരിക്കുന്ന വാസനകളെ കണ്ടെത്തുവാനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒക്കെ തന്നെ പ്രയോജനമാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രതിഭാ സംഗമം എന്ന പേരിട്ടുകൊണ്ട് തന്നെ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അടച്ചിട്ട ക്ലാസ് മുറികളിൽ നിന്നും വിദ്യാർത്ഥികളുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തെ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ആർ ലൈലജ പറഞ്ഞു. ചടങ്ങിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ ഗോപിനാഥപിള്ള അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ മുംതാസ് ഷാജഹാൻ, സുജാത, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ആർ സുരേഷ്, എ ജോസഫ്, തെന്മല ഗവൺമെന്റ് LP സ്കൂൾ പ്രഥമാധ്യാപിക കെ സുജാത, കവി ഗണപൂജാരി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തെന്മല. പുനലൂരിൽ CITUവിന്റെ കൊടിമരം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് സാമൂഹ്യ വിരുദ്ധർ കൊടിമരം നശിപ്പിച്ചത്. പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഓട്ടോ തൊഴിലാളി യൂണിയൻ CITUവിന്റെയും ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെയും കൊടിമരങ്ങളാണ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചത്. മാർക്കറ്റ് ജംഗ്ഷന് സമീപം നിന്നിരുന്ന തണൽ മരം ഇന്നലെ രാത്രി ചില സാമൂഹ്യ വിരുദ്ധന്മാർ നശിപ്പിക്കുകയുണ്ടായി. തണൽ മരം മാത്രമല്ല, പരിസരത്ത് നിന്ന CITUവിന്റെ കൊടിമരങ്ങളും ഈ സാമൂഹ്യ വിരുദ്ധന്മാർ നശിപ്പിക്കുകയുണ്ടായി. നമ്മുടെ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചൂട് അനുഭവിക്കുന്ന ഒരു പട്ടണമാണ്. ഇനി വരും ദിവസങ്ങളിൽ അതികഠിനമായ ചൂടാണ് ഉണ്ടാകാൻ പോകുന്നത്. അത് സ്വാഭാവികമായി ഓട്ടോറിക്ഷ തൊഴിലാളികളും ചുമട്ടുതൊഴിലാളികളും കടകളിൽ നിൽക്കുന്ന തൊഴിലാളികളും മാത്രമല്ല, യാത്രക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം തണൽ മരങ്ങളിലാണ് അല്പസമയം അഭയം തേടുന്നത്. ഈ പട്ടണത്തിൽ വളരെ പരിമിതമായ തണൽ മരങ്ങളാണുള്ളത്. ആ തണൽ മരങ്ങളെല്ലാം ഈ പട്ടണത്തിലെ തൊഴിലാളികൾ നട്ടുവളർത്തിയ തണൽ മരങ്ങളാണ്. ആ തണൽ മരങ്ങളും കൊടിമരങ്ങളും നശിപ്പിക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഹീനമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. ഈ തണൽ മരം നശിപ്പിക്കുന്നതിനിടയിൽ പോലീസ് എത്തിയതുകൊണ്ട് മാത്രമാണ് പൂർണ്ണമായി മുറിച്ചിടാൻ കഴിയാത്തത്. എന്നാലും ഭാഗികമായി മുറിച്ചു മാറ്റപ്പെട്ട ഈ മരം ഇനി തിരികെ കിളിർത്തു വരും എന്ന പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവണ്ണം നശിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ നടപടിയിൽ അതിശക്തമായ പ്രതിഷേധം ഈ പട്ടണത്തിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും ചുമട്ടുതൊഴിലാളികളുടെയും മറ്റിതര ബഹുജനങ്ങളുടെയും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. പാരിസ്ഥിതികമായി സമൂഹത്തിൽ നിലനിൽപ്പിന് കൂടുതൽ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു കാലയളവിൽ ഉള്ള തണൽ മരങ്ങൾ നശിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധ നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. സമീപത്തെ തണൽ മരവും നശിപ്പിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ഓട്ടോ തൊഴിലാളികൾ പുനലൂർ പോലീസിൽ പരാതി നൽകി. കൊടിമരം നശിപ്പിച്ചത് അത്യന്തം പ്രതിഷേധാർഹമാണെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ഓട്ടോ തൊഴിലാളി യൂണിയൻ CITU പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റി സെക്രട്ടറി അശോകൻ ആവശ്യപ്പെട്ടു. ഞങ്ങൾ മാന്യമായ ഓട്ടോറിക്ഷ ഓടി ജീവിക്കാൻ വന്ന തൊഴിലാളികളാണ്. ഞങ്ങളുടെ ഈ തൊഴിലാളികൾ ഇതൊന്നും കണ്ട് പ്രകോപനം കൊണ്ട് അവരുടെ രീതിയിലേക്ക് നീങ്ങുമെന്ന് വിചാരിക്കേണ്ട. ഇതുപോലെയുള്ള പ്രവൃത്തികൾ ഇനി ആവർത്തിച്ചാൽ അതിനെ പോലീസിനടുത്ത് ഞങ്ങൾ ശക്തമായ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ട്. പോലീസ് നടപടി സ്വീകരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളെ മുഴുവനും പങ്കെടുപ്പിച്ചുകൊണ്ട് അതിശക്തമായ സമര പരിപാടികൾക്ക് CITU നേതൃത്വം നൽകുമെന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. എക്സൈസ് സംഘം വനമേഖലകളിൽ പരിശോധന കർശനമാക്കി. കഴിഞ്ഞ ദിവസം ആര്യങ്കാവ് വനമേഖലയിൽ നടന്ന പരിശോധനയിൽ 1230 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടിയിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ അറസ്റ്റ് ചെയ്തു. ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ പ്രമാണിച്ച് വനമേഖലകൾ കേന്ദ്രീകരിച്ച് വ്യാജമദ്യ നിർമ്മാണം വ്യാപകമാകുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധന നടത്തിയത്. ആര്യങ്കാവ് വില്ലേജിൽപ്പെട്ട വെഞ്ചർ വനമേഖലയിൽ നടത്തിയ പരിശോധനയിൽ 1230 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. സംഭവവുമായി ബന്ധപ്പെട്ട് ആര്യങ്കാവ് വെഞ്ചർ മുറിയിൽ സജി സദനത്തിൽ ബിജി എന്ന 42-കാരനെ അറസ്റ്റ് ചെയ്തു. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം പുന്നല വനമേഖലയിൽ നിന്നും പത്തനാപുരം എക്സൈസ് റേഞ്ച് സംഘം 200 ലിറ്റർ കോടശേഖരം പിടികൂടിയിരുന്നു. ക്രിസ്മസ് പുതുവത്സരം പ്രമാണിച്ച് വ്യാജമദ്യ നിർമ്മാണവും വിതരണവും വനമേഖലകൾ കേന്ദ്രീകരിച്ച് നടക്കുന്നത് തടയണമെന്ന് എക്സൈസ് കമ്മീഷണറുടെ പ്രത്യേക നിർദ്ദേശമുള്ളതിനാലാണ് എക്സൈസ് സംഘം നിരന്തരമായി വനമേഖലകളിൽ പരിശോധന നടത്തുന്നത്. വരും ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നും വ്യാജമദ്യ ലോബിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും പത്തനാപുരം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അറിയിച്ചു. പത്തനാപുരം എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ S. അനിർഷായുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ G. മനോഹരൻ പിള്ള, പ്രിവന്റീവ് ഓഫീസർമാരായ R. ജയചന്ദ്രൻ, ഷിഹാബുദ്ദീൻ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിമൽ V. Y. അനിൽ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.
നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ പുനലൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. ചെമ്മന്തൂർ ഹൈസ്കൂളിൽ ആരംഭിച്ച ക്യാമ്പ് നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 7 ദിവസം അല്ലെങ്കിൽ ഈ സപ്തദിന ക്യാമ്പിൽ പങ്കെടുക്കാനുള്ള വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആദ്യമായി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് നന്നാവട്ടെ എന്ന് ആശീർവദിക്കുകയാണ്. 7 ദിവസം ക്ലാസ് കഴിയുമ്പോൾ ഒരുപാട് മാറ്റം നിങ്ങളിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. 1975 കൊല്ലം ഫാത്തിമ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സാമൂഹിക പ്രതിബദ്ധതയൊക്കെ തുടങ്ങിയതാവുന്നതാണ്. അവിടെ ഒരു NSS ക്യാമ്പ് ഉണ്ടാകും. ആ ക്യാമ്പ് ഇന്നത്തെ കണക്കുള്ളതൊന്നുമില്ല, ഒരു ദിവസത്തെ ക്യാമ്പ്. ആ ക്യാമ്പിന്റെ മുഖ്യ ഇതെന്ന് പറയുന്നത് കടൽ തീരത്ത് അന്ന് ഉണ്ടായിരുന്ന ചെറിയ കുടിലുകളുണ്ട്. അപ്പൊ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു ദൗത്യം അവിടുത്തെ ഒരു കുടിൽ അതിന്റെ മേൽക്കൂര പൊളിച്ചിട്ട് പുതിയതായിട്ട് ഓല മേഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഏതാണ്ട് 20ഓളം കുട്ടികളെ ഇവിടുന്ന് രാവിലെ അന്ന് ഇന്നത്തെ കടന്നു പോകാൻ സൗകര്യമില്ല, പ്രൈവറ്റ് ബസ്സിലൊക്കെ യാത്ര ചെയ്ത് ഞങ്ങൾ അവിടുന്ന് നടന്നാണ് അവിടത്തേക്ക് പോയത്. വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. വളരെ സാധുക്കളായിട്ടുള്ള ഒരു കുടുംബത്തിൽ അവരുടെ NSSന്റെ നേതൃത്വത്തിൽ ഓലയെല്ലാം സംഘടിപ്പിച്ച് ഞങ്ങൾ ഓലയെല്ലാം പാട്ടിട്ട് കൊടുക്കുക. ഏതായാലും ഓല കിട്ടുന്നതിന് മുകളിൽ ഒരാളെ ഇരുത്തി. ഏതായാലും അന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ആ പണികളെല്ലാം ചെയ്തു. യൂണിഫോം ഒന്നും ഇല്ലെന്ന് കയ്യെ കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആ വീടിൻ്റെയൊക്കെ ഉയരങ്ങളിലേക്ക് കയറി ഓലയെല്ലാം പാട്ടിട്ട് കൊടുത്തത്. അവിടുന്നാണ് സത്യത്തിൽ ജീവിതത്തിന്റെ മാഹാത്മ്യം അല്ലെങ്കിൽ നമ്മൾ ഈ സമൂഹത്തോട് കാണിക്കേണ്ട പ്രതിബദ്ധതകളെ കുറിച്ചും സാമൂഹ്യ സേവനത്തെ കുറിച്ചും എല്ലാം ചിന്തിക്കാൻ തുടങ്ങിയത്. PTA പ്രസിഡന്റ് P. വിജയന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ താലൂക്ക് സമാജം മാനേജർ N. മഹേശൻ മുഖ്യപ്രഭാഷണം നടത്തി. വാർഡ് കൌൺസിലർമാരായ സബീന സുധീർ, K. രാജശേഖരൻ, ചെമ്മന്തൂർ ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് L. ഗീതാമണിയമ്മ, ബോയ്സ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് B. രമാദേവി, ഗേൾസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് M. നസീമ ബീവി, S. മിനി, ആരിഫ ബീവി, ശംഭു, നൌറിൻ, അനിത ഗോപിനാഥ്, ധന്യരാജ്, സ്കൂൾ പ്രിൻസിപ്പൽ K. ഹരികുമാരൻ പിള്ള സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ K. B. സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. 27-ന് യോഗ ക്ലാസും ക്യാമ്പ് അവലോകനവും നടക്കും. 28-ന് ആരോഗ്യത്തിന് ഒരു ആയോധന കല എന്ന വിഷയത്തിൽ സെൻസായി സണ്ണി വർഗീസ് ക്ലാസ് എടുക്കും. 29-ന് നാടൻപാട്ട്, വിവിധ ക്ലാസുകൾ എന്നിവയും സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്യാമ്പ് ജനുവരി 1 സമാപിക്കും. ലൈവ് വാർത്ത പുനലൂർ. ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകര പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ് മഞ്ഞവൻകാല പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങും. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങും. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പേൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്?
ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിൽ മത്സ്യകൃഷി ആരംഭിച്ചു. നിരവധി ആളുകളാണ് മത്സ്യകൃഷി കാണാനും മത്സ്യങ്ങളെ വാങ്ങാനുമായി ഇവിടെ എത്തുന്നത്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ കാർഷിക വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി റബ്ബർ തോട്ടങ്ങളിൽ നിർമ്മിച്ച കുളങ്ങളിലെ 2ാം ഘട്ട മത്സ്യ വിളവെടുപ്പിനുള്ള കാലമായതായി അധികൃതർ പറഞ്ഞു. കോർപ്പറേഷന്റെ മുള്ളുമല എസ്റ്റേറ്റിലെ മത്സ്യകൃഷി കാണുന്നതിനും മത്സ്യം വാങ്ങുന്നതിനുമായി ഇവിടെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. വെള്ളിത്തിളക്കമുള്ള മത്സ്യങ്ങളുടെ ഉശിരൻ കാഴ്ച ആഹ്ലാദകരമാണ്. മത്സ്യപരിപാലന രംഗത്ത് പരിശീലനം സിദ്ധിച്ചവരെയാണ് ഇവിടെ മത്സ്യകൃഷിക്കായി നിയോഗിച്ചിട്ടുള്ളത്. അവർ ശാസ്ത്രീയമായി തന്നെ മത്സ്യകൃഷി നിർവഹിച്ചു വരുന്നതായി SFCK MD ഷിബുകുമാറും ചുമതലക്കാരും പറഞ്ഞു. കട്ല, രോഹു, ഗ്രാസ് കാർപ്പ്, കരിമീൻ, തിലോപ്പിയ തുടങ്ങി ഉയർന്ന നിലവാരമുള്ള മത്സ്യങ്ങളെയാണ് വിവിധ കുളങ്ങളിലായി ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. ഫിഷറീസ് വകുപ്പിന്റെയും മത്സ്യ കർഷക വികസന ഏജൻസിയുടെയും സഹായത്തോടെയാണ് ഇവിടെ ശുദ്ധജല മത്സ്യകൃഷി നടത്തിവരുന്നത്. SFCK MD ഷിബുകുമാർ പറഞ്ഞു. 1ാം ഘട്ട വിളവെടുപ്പിലൂടെ കോർപ്പറേഷന് ലക്ഷങ്ങളുടെ വരുമാനം നേടിയെടുക്കാൻ കഴിഞ്ഞതായും വിവിധ ഇനങ്ങളിൽപ്പെട്ട ആയിരക്കണക്കിന് മത്സ്യക്കുഞ്ഞുങ്ങൾ ഇപ്പോൾ തന്നെ ഈ കുളങ്ങളിൽ വളർന്നു കഴിഞ്ഞതായും അവർ പറഞ്ഞു. കോർപ്പറേഷൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് അതീവ ഗൗരവത്തോടെയാണ് മുള്ളുമല എസ്റ്റേറ്റിൽ കുളങ്ങൾ നിർമ്മിച്ച് ശുദ്ധജല മത്സ്യകൃഷി നടത്തിവരുന്നത്. ഇതിനായി പ്രഗത്ഭരായ ജീവനക്കാരും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റബ്ബർ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തകർച്ചയും നഷ്ടവും നികത്തുന്നതിനും കോർപ്പറേഷന്റെ നിലനിൽപ്പിനും ജീവനക്കാർക്ക് വേതനം നൽകുന്നതിനുമായി നിലവിലെ മാനേജിംഗ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന വൈവിധ്യവൽകൃത കാർഷിക വിപ്ലവം ഏറെ പ്രശംസനീയമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കുമ്പാവട്ടി വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ 2 യുവാക്കൾ മുങ്ങി മരിച്ചു. വാളകം സ്വദേശി ജയേഷ്, ഓടനാവട്ടം സ്വദേശി അനിൽകുമാർ എന്നിവരാണ് കഴിഞ്ഞ ദിവസം വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ചത്. ഓടനാവട്ടം കുടവട്ടൂർ അനിൽ ഭവനിൽ 41 വയസ്സുള്ള അനിൽകുമാർ, വാളകം പൊടിയാട്ടുവിള പാലക്കൽ വീട്ടിൽ 32 വയസ്സുള്ള ജയേഷ് എന്നിവരാണ് കുമ്പാവട്ടി വെള്ളച്ചാട്ടത്തിൽ മുങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 സംഭവം. അച്ചൻകോവിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ 6 സംഘത്തിലെ അംഗങ്ങളായിരുന്നു ഇവർ. ക്ഷേത്ര ദർശനത്തിന് ശേഷം കുമ്പാവട്ടിയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. മൃതദേഹം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. തെന്മല പോലീസ് കേസെടുത്തു. കുമ്പാവട്ടി വെള്ളച്ചാട്ടത്തിൽ മുൻപും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. കിഴക്കൻ മേഖല കേന്ദ്രീകരിച്ച് ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ലാത്തത് അപകടങ്ങളുടെ ആക്കം കൂട്ടുന്നു. അത്യാഹിതം സംഭവിച്ചാൽ പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് എത്തേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകട സാധ്യത കൂടിയ മേഖലയും വനപ്രദേശങ്ങളും ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് ഇല്ലാത്തത് മിക്ക അപകടങ്ങളുടെയും വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. നിലവിൽ പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയാണ് അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഇതിന് ഏകദേശം അരമണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. ഇത് മിക്ക അപകടങ്ങളുടെയും വ്യാപ്തി വർദ്ധിപ്പിക്കുകയും പലപ്പോഴും അപകടത്തിൽപ്പെടുന്നവരെ യഥാസമയം രക്ഷപ്പെടുത്താൻ കഴിയാതെ വരികയും ചെയ്യും. കഴിഞ്ഞ ദിവസം തെന്മലയിൽ ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ 1 മണിക്കൂറിന് ശേഷമാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. നാട്ടുകാർ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായിരുന്നെങ്കിലും മതിയായ ഉപകരണങ്ങളില്ലാത്തത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. ഈ സാഹചര്യത്തിലാണ് തെന്മല കേന്ദ്രീകരിച്ച് അടിയന്തരമായി ഫയർഫോഴ്സ് യൂണിറ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നത്. മണ്ഡല തീർത്ഥാടന കാലത്തും മറ്റുമായി നിരവധി അപകടങ്ങൾ ദേശീയപാതയിൽ ഉണ്ടാകാറുണ്ട്. എന്നാൽ ഫയർഫോഴ്സ് യൂണിറ്റിന്റെ അഭാവം പലപ്പോഴും പ്രശ്നങ്ങൾ സങ്കീർണമാക്കുകയും ചെയ്യും. തെന്മല കേന്ദ്രീകരിച്ച് കിഴക്കൻ മേഖലയിൽ ഫയർഫോഴ്സ് യൂണിറ്റ് വേണമെന്ന ആവശ്യങ്ങൾക്ക് വർഷങ്ങളുടെ പഴക്കമുണ്ട്. അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മാറി മാറി വരുന്ന സർക്കാരുകൾ ഉറപ്പു നൽകാറുണ്ടെങ്കിലും യാതൊരു നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തെന്മല.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ തൃക്കല്യാണം ഭക്തിസാന്ദ്രമായി. നൂറുകണക്കിന് ഭക്തരാണ് ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിച്ചത്. എക്സൈസ് സംഘം കിഴക്കൻ മേഖലയിൽ പരിശോധന ശക്തമാക്കി. ആര്യങ്കാവ് വനമേഖലയിൽ നടന്ന പരിശോധനയിൽ 1230 ലിറ്റർ കോടയും വാറ്റുപകരണങ്ങളും പിടികൂടി. കുംഭാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ കുളിക്കാനിറങ്ങിയ 2 പേർ മുങ്ങി മരിച്ചു. മരിച്ചത് വാളകം സ്വദേശി ജയേഷും ഓടനാവട്ടം സ്വദേശി അനിൽകുമാറും. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. 2ാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.